അല്ല, എന്നോട് CPM പറഞ്ഞത് നിങ്ങൾ വേറെ ചിന്തയൊന്നും ഉണ്ടാവരുത്, ഞങ്ങൾക്ക് നല്ല സ്നേഹമുള്ള മൂന്തേട്ടനാണ്, അതുകൊണ്ട് നിങ്ങളൊരു ആ സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അപ്പം അത് ആ രീതിയിൽ ഒരു CPMൻ്റെ നിർദ്ദേശം ഉണ്ടായി. അപ്പോൾ അവരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സ്ഥിതി അപ്പോൾ ഞാൻ മുമ്പ് എനിക്ക് അപകടം ഉണ്ടായപ്പോൾ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പറയാൻ സാധ്യതയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. എല്ലാവരും അവരുടെ പാർട്ടി പ്രസ്റ്റേജ് സംരക്ഷിക്കുക എന്നുള്ളതല്ല. ആയിക്കോട്ടെ, ഞാനൊരു പരിധി വരുമ്പോൾ എൻ്റെ പ്രസ്റ്റേജ് നോക്കി നമ്മൾ മുന്നോട്ട് പോകാൻ കാര്യം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പറയും ഇനിയിപ്പോൾ CC 3 തുറ എത്തിച്ചത് ഞങ്ങളാന്ന് പറയാൻ സാധ്യത ഉണ്ടാകാൻ പോവുകയാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ വാചകമല്ല, വാചകത്തെ പോലെ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. ചിലർ ആവേശം കൊണ്ട് പറഞ്ഞ കൂട്ടത്തിലാണ്. നവകാര സദസ്സുമായി ബന്ധപ്പെട്ട് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മുമ്പുണ്ടാകുന്ന സ്ഥാനാർത്ഥിനെ കുറിച്ച് എനിക്ക് പരിശോധിച്ചു. ഒന്ന്, ഞാൻ അവർ ഇവിടെ ഇടപെട്ടുകൊണ്ട് ഈ നാട്ടിക മേഖല ഒരുപാട് സാമ്പത്തിക ബന്ധം പുലർത്തിയിട്ടുണ്ട്. വലിയൊരു കടക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ചിലവൈത മേടിച്ചു കൊണ്ടുപോയി സാധനത്തിൻ്റെ കാശ് തരണം എന്ന് പറഞ്ഞ ആൾ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പറയുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറയണ്ടേ. ഇന്നലെ വരെ താങ്കൾക്കെതിരെ പ്രതിഷേധം നടത്തിയ, താങ്കൾ ചതിയനെന്ന് വിളിച്ച് പ്രതിഷേധം നടത്തിയ കോൺഗ്രസ് പാളയത്തിലേക്കാണ് അല്ലെങ്കിൽ UDF പാളയത്തിലേക്കാണ് ഇന്ന് സ്ഥാനാർത്ഥിത്വം. ഇതുവരെ അങ്ങനെ ഒരു പാർട്ടി എന്നെ ചതിയെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശോധിച്ചോ? അത് ചതിയൻ എന്ന് പറയുന്ന അത് അപ്പോൾ അവരുടെ സ്വഭാവമാണല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ടെത്തുന്നത് ഏത് പാർട്ടിക്കാരെ വിളിച്ച് ചോദിച്ചോ, CC 3 ഇടപെടലും ബന്ധപ്പെടലും അതാണോ എനിക്കൊരു അംഗീകാരം ഉണ്ടായത്. അല്ലാണ്ട് എൻ്റെ പാർട്ടി മാത്രത്തുള്ള അംഗീകാരമാണല്ലോ. ഈ നാട്ടിലെ മുഴുവൻ ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളും എന്നെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു അതങ്ങനെ ഒരു താല്പര്യമൊന്നും എനിക്കില്ല. എൻ്റെ മനസ്സിലൊരു ധാരണയും കാഴ്ചപ്പാടും ഇപ്പോഴും ഉണ്ട്. ആ കാഴ്ചപ്പാട് ധാരണയായിട്ട് മുന്നോട്ട് പോകും. ആ മുന്നോട്ട് പോകുന്നതിലൊക്കെ എന്നെ സഹായിക്കാൻ കഴിയുന്നവരെ കൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ സഹായിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സഹായിക്കാൻ അവരോട് പറയും. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ തന്നെ നിങ്ങൾക്കറിയാലോ, സാമ്പത്തികമാണ് വിഷയം. സാമ്പത്തികം വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു സ്നേഹബന്ധം, ആ സ്നേഹം വെച്ച് മുന്നോട്ട് പോകലാണ് എൻ്റെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പോരാട്ടം. അല്ല, അവരിപ്പോൾ നിങ്ങൾ കേട്ടതല്ലേ, ഇന്നലെ വലിയ പ്രസംഗം നടത്തി കേട്ടതല്ലേ. അല്ല, അതിപ്പോൾ അവരെ രാഷ്ട്രീയ സ്വഭാവം എന്താ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ലല്ലോ. അത് അവർ പരിശോധിച്ച് ആവശ്യമായ നടപടി. ഇന്നലെ നമ്മളോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, എതിർത്ത് നിന്ന എന്ന് പറഞ്ഞാൽ അവരെതിർത്തല്ല, പലപ്പോഴും ചില കാര്യങ്ങളിൽ എതിർപ്പ് ഉണ്ടായെന്ന് വരും. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്നോട് ഇതുവരെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ എതിർപ്പ് രേഖപ്പെടുത്തി ഞാൻ നിങ്ങളോട് പറയുമല്ലോ, എന്നൊരു എതിർപ്പുണ്ട്, അവരിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റുള്ള എല്ലാ പാർട്ടികളും എന്നോട് വളരെ സന്തോഷമായിട്ട് പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചറിഞ്ഞോ. അപ്പോൾ ഞാൻ പറയുന്നതിൽ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി പരിശോധിച്ച് ഇവിടുത്തെ എല്ലാ പാർട്ടികളായിട്ട് ഇടപെടുക. എന്താണ് ആയിരിക്കണം, അല്ലാണ്ട് പറ്റില്ലല്ലോ. അത് തന്നെ ഒന്നും ഓടി വരാനുള്ള ഒരു സ്വാധീനമൊന്നുമില്ല. ഒരു പ്രസംഗമില്ലാതെ ഇടപെടാതെ ഈ കക്ഷി വരില്ല. അങ്ങനെ ഈ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വർക്ക് ആരംഭിച്ചില്ലേ? ഞാൻ പോലും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെ. അല്ല, നമുക്കറിയാം പാർട്ടിയുടെ നടപടിക്രമം അനുസരിച്ച് 2ാം ടൈം ഓക്കെയാണ്, സ്റ്റേറ്റ് കൗൺസിലൊക്കെ എടുത്ത തീരുമാനമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആരാ ആദ്യം മുമ്പ് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായി ഇവർ പെട്ടെന്ന് ആക്റ്റാക്കി ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വ്യത്യസ്തമായ രീതിയിൽ നടപടി വരാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പാർട്ടി പോലും എന്നെ വിളിക്കേണ്ടത്, ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം നല്ലപാട് പോട്ടേന്നേ. അപ്പോൾ നമുക്ക് പറയേണ്ട കാര്യം പറയാമല്ലോ കുറേ കഴിയുമ്പോൾ ഭംഗിയായിട്ട്. തർക്കമില്ലല്ലോ.